ഹായ് എവ്രി വൺ, ഇതെൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ ബർത്ത്ഡേ ആഘോഷിക്കണതെന്ന്. എൻ്റെ ട്വിൻ സിസ്റ്ററായിട്ടുള്ള അമിതയുടെയും ബർത്ത്ഡേ സെയിം ഡേ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ ട്വിൻ സിസ്റ്ററാണ് അമിത. നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇത് മൺഡേ ആണ്. അപ്പോൾ ഞാനങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു, ബർത്ത്ഡേ വർക്കിംഗ് ഡേ ആയല്ലോ എന്ന്. പക്ഷേ ഭാഗ്യത്തിന് ഹസ്ബൻഡിന് കുറച്ച് ലീവ്സ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ ലീവ് എടുത്തായിരുന്നു കേട്ടോ ബർത്ത്ഡേ ആയിട്ട് എടുത്തതല്ല, സാധാരണ മൺഡേ എടുക്കാറുണ്ട്. വെച്ചാൽ ലീവ് അല്ലെങ്കിൽ മാർച്ച് ആകുമ്പോൾ എടുത്തില്ലെങ്കിൽ വെറുതെ പോകും. അപ്പോൾ എല്ലാ മൺഡേ ആളിങ്ങനെ ലീവ് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മസാല ദോശയാണ് കഴിച്ചത് ഞങ്ങൾ. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയി ചില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ എനിക്കൊരു സർപ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ കാട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അപ്പോഴേക്കും കുട്ടികളെ പിക്ക് ചെയ്യാൻ വേണ്ടി സമയമായി കേട്ടോ. അപ്പോൾ അവരെയും കൂടിയിട്ട് ഞങ്ങൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഗസീബോയിലാണ് വന്നത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടുത്തെ ഫുഡൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഞാനൊരു കാര്യം മറന്നുപോയി, വീഡിയോ എടുത്തെടുത്ത് വിശന്നിട്ട് പാടുണ്ടായില്ല ലാസ്റ്റായപ്പോഴേക്കും. അപ്പോൾ ഞാൻ പിന്നെ ഫുഡ് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. ഫസ്റ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങൾ മക്കളും കൂടി വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ വിചാരിച്ചു വെച്ചിട്ടില്ല നമ്മൾ ഒരുമിച്ച് പോവാം എന്നായിരുന്നു. രണ്ടുപേരും ഞങ്ങൾ മാത്രം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവർക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടായിരുന്നു ഓൾറെഡി. പുറത്തുനിന്ന് അന്ന് തലേദിവസം ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ഫുഡൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവരെ 3:30 ആവുമല്ലോ ഒരു വരുമ്പോൾ. അപ്പോൾ അത്രയും നേരം ഇവർ കാത്തു നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു എക്സിറ്റ് തെറ്റിപ്പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ ആകെ നേരം വൈകിപ്പോയി. അപ്പോൾ പിന്നെ ഇവരുടെ വണ്ടി വേറായി. അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് അവിടെ ചെന്നിട്ട് കൂട്ടിക്കൊണ്ട് പോന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഗസീബോയിൽ എത്തിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മരിയപ്പാസിൻ്റെ കേക്കും പിന്നെ സാധാ ഒരു കേക്കും ഒക്കെ വാങ്ങിച്ചിട്ട് പോന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് സർപ്രൈസൊക്കെ കിട്ടിയത് എനിക്ക്. ഞാനൊക്കെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജിനു വന്നത്. പിന്നെ വേറൊരു സർപ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോണിയ ചേച്ചിയും ഞാൻ ചേട്ടനും ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അങ്ങനെ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ, എനിക്ക് വേണ്ടി വിഷസ് അറിയിച്ചതിനും ഗിഫ്റ്റ് തന്നതിനും ഹസ്ബൻഡിനും മക്കൾക്കും എല്ലാവർക്കും ദൈവത്തിനും എല്ലാവരോടും നന്ദി പറയണം എൻ്റെ ബർത്ത്ഡേ ഇത്ര ബ്യൂട്ടിഫുള്ളായതിന്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണായിരുന്നു. ഒന്ന് മൺഡേ കാരണം കൊണ്ട് വലിയ സെലിബ്രേഷൻ ഇല്ലെന്ന് വെച്ചിട്ട്, പക്ഷെ അന്ന് രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം വരെ നമ്മൾ ഫുള്ള് പുറത്തായിരുന്നു, ഫുള്ള് ബർത്ത്ഡേ സെലിബ്രേഷനായിരുന്നു. അപ്പോൾ രഞ്ജു ചേട്ടന് പ്രത്യേക താങ്ക്സ് ഉണ്ട്. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ലീവൊക്കെ ലീവ് എടുത്തെന്ന് വെച്ചിട്ടില്ല, ലീവ് ഉണ്ടായിട്ടാണ് കൊടുത്തത്, ബർത്ത്ഡേ ആയിട്ട് എടുത്തതല്ല. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.